തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺസുഹൃത്ത് ഉൾപ്പെടെ 9 പേർ പിടിയിൽ. നടക്കാവ് ജവഹർ നഗറിന്റെ സമീപത്തു നിന്നും ഇന്നലെ പുലർച്ചെ 1 മണിയോടെയാണ് വയനാട് പടിഞ്ഞാറേത്തറ സ്വദേശി റമീസിനെ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയ യുവാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പെൺസുഹൃത്തും തട്ടിക്കൊണ്ടുപോയ 4 സംഘവും ഇവർക്ക് സഹായങ്ങൾ നൽകിയ 4 പേരുമാണ് പോലീസ് പിടിയിലായവർ. ദിവസങ്ങൾക്ക് മുമ്പാണ് റമീസ് വിദേശത്തു നിന്നും നാട്ടിലെത്തിയത്. പ്രതികളിൽ ഒരാളുമായി റമീസിന് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. റമീസിൽ നിന്ന് പണം ലഭിക്കാതെ വന്നതോടെ പ്രതികൾ റമീസിന്റെ പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ടു. റമീസ് പെൺസുഹൃത്തിനും പണം നൽകാനുണ്ടായിരുന്നു. ഇവർ എല്ലാവരും നേരത്തെ പരിചയക്കാരാണ്. തുടർന്ന് പ്രതികളും യുവതിയും ആസൂത്രണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ റമീസിനെ ഇന്നലെ രാത്രി യുവതി താമസിക്കുന്ന ഹോസ്റ്റലിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് മർദ്ദിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു. ഭർത്തൃ വീട്ടുകാർ നിർബന്ധിച്ച് ആസിഡ് കുടിപ്പിച്ചു. 17 ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ യുവതി മരിച്ചു. മൊറാദാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഖാലഖേഡ സ്വദേശി പർവാസിന്റെ ഭാര്യ ഗുൽഫിസയാണ് മരിച്ചത്. യുവതിയെ സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചതാണെന്നും ബലമായി ഭർത്തൃ വീട്ടുകാർ ആസിഡ് കുടിപ്പിച്ചെന്നും ബന്ധുക്കൾ ആരോപിച്ചു. 1 വർഷം മുമ്പാണ് ഇവർ വിവാഹിതരായത്. മദ്യലഹരിയിൽ വാക്കുതർക്കം. BJP നേതാവിനെ ഒരു സംഘം ആളുകൾ തല്ലിക്കൊന്നു. തമിഴ്നാട്ടിലെ ശിവഗംഗയിലാണ് സംഭവം. BJP ജില്ലാ വാണിജ്യ വിഭാഗം അംഗം സതീഷ് കുമാറിനെയാണ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ. ബാലുശ്ശേരി കോളനിമുക്ക് സ്വദേശി പ്രമോദാണ് മരിച്ചത്. കല്ലാനോട് ടൗണിലെ ലോഡ്ജ് മുറിയിൽ നിന്നാണ് പ്രമോദിന്റെ മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് കൂരാച്ചുണ്ട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് പ്രമോദ്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 10ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചു. യൂത്ത് ലീഗ് നേതാവ് പിടിയിൽ. യൂത്ത് ലീഗ് ഗുരുവായൂർ നിയോജകമണ്ഡല സെക്രട്ടറിയും യൂത്ത് ലീഗ് പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബാദുഷിയാണ് അറസ്റ്റിലായത്. രക്ഷിതാക്കൾ ഇല്ലാത്ത നേരത്ത് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ഇത് പെൺകുട്ടിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും പരാതിയിൽ പറയുന്നു.